നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഒരു ചിത്രമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ കശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം. അബ്ദുള്ളയുടെ മുഖമോ കെട്ടിപ്പിടുത്തത്തിൻ്റെ ഭാവങ്ങളോ ഒന്നും അതിലില്ല. പിണറായി വിജയൻ്റെ മുഖമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. 90 വയസ്സ് കഴിഞ്ഞ കശ്മീരിൻ്റെ ശില്പി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അബ്ദുള്ളയെ കെട്ടിപ്പിടിക്കുമ്പോഴും പിണറായി വിജയൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണമെങ്കിൽ ആ കെട്ടിപ്പിടുത്തത്തിൻ്റെ പിന്നിൽ എത്ര കോടികളുടെ ചെലവുണ്ട് എന്നാലോചിക്കണം. കേരളത്തിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും വാരിക്കോരി ഇപ്പോൾ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പരസ്യം മാത്രമല്ല, അവരുടെ പരിപാടികളിലേക്ക് തിരികെ കയറ്റി സർക്കാരിൻ്റെ പദ്ധതികളെ ഉൾപ്പെടുത്തി മഹത്തായ പദ്ധതികളിലൂടെ കേരളം മുൻപോട്ടെ എന്നൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാം പേജിൽ ഇങ്ങനെയൊരു കെട്ടിപ്പിടുത്ത ചിത്രം വരാൻ 10 കോടി രൂപയാണ് മുടക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിഷൻ 2031 എന്ന പേരിൽ തലസ്ഥാനത്ത് 10 കോടി രൂപ മുടക്കി ഒരു കോൺക്ലേവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കോൺക്ലേവിലേക്ക് പിണറായി വിജയനെയും ഈ സർക്കാരിനെയും സ്തുതിക്കാൻ താല്പര്യമുള്ള പ്രമുഖരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് കോവളത്തെ മുന്തിയ ഹോട്ടലിൽ താമസമൊരുക്കി കൊടുത്ത് നമ്മുടെ ഖജനാവിൽ പണമെടുത്ത് ഇവിടെ എത്തിച്ച് അവരെ കൊണ്ട് ഇത്തരം കെട്ടിപ്പിടുത്തമടക്കമുള്ള നാടകങ്ങൾ കാണിക്കുകയാണ്. സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പിണറായിയെ വാത്സല്യത്തിൻ്റെ മകുടോദാഹരണമാക്കി മാറ്റാനാണ്. ഇതിൻ്റെ ഭാഗം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മണിശങ്ക അയ്യർ എന്ന പേരുള്ള കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട് ആരും അടുപ്പിക്കാതെ നിൽക്കുന്ന വന്ധ്യവയോധികൻ പറഞ്ഞതും. നേരത്തെ തന്നെ വിളിച്ചു വരുത്തി വേണ്ടതുപോലെ സൽക്കരിച്ച് ആ വന്ധ്യവയോധികനെ മറ്റൊരു മൊയ്തുവാക്കി മാറ്റുകയായിരുന്നു CPMകാർ. മൊയ്തു ഗോവിന്ദമാഷിക്ക് 2000 രൂപ കൊടുത്തിട്ട് തിരിച്ചതെനിക്ക് തരുമെന്ന് പറഞ്ഞതുപോലെ പറയാൻ മാത്രം സാധുവല്ല അയ്യർ എന്നതുകൊണ്ട് ആദ്യം പറഞ്ഞ നുണക്കഥ മാത്രം നാട്ടിലൊഴുകുന്നു. ഇതിൻ്റെയൊക്കെ ചെലവ് നമ്മുടെ വിയർപ്പിൻ്റെ മണമാണെന്ന് ഓർക്കണം. കൂലിപ്പണിയെടുക്കുന്ന സാധാരണക്കാരൻ മുതൽ ഹൈക്കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർ വരെയുള്ളവർ ജോലിയെടുത്തിട്ട് കൈപ്പറ്റുന്ന ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന അവൻ്റെ വരുമാനത്തിൻ്റെ പകുതിയോളം നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിനും നമ്മൾ GST അടയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇൻകം ടാക്സ് മാറ്റിവെക്കൂ. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയിലധികം സർക്കാരിന് കൊടുക്കുകയാണ്. ആ പണം എടുത്തിട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ധൂർത്തനായ മുഖ്യമന്ത്രി ഈ നാട്ടിൽ നിരന്തരം കോൺക്ലേവുകളും ഉച്ചകോടികളും നടത്തി അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത്തരമൊരു ഇമേജ് വർധന ശ്രമമായിരുന്നു നവകേരള സർവേ. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇത് സഖാക്കൾക്ക് ചില്ലറ ഉണ്ടാക്കാനുള്ള ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണെന്ന്. ഏതാണ്ട് 1 മാസം കൊണ്ട് 85,000 വോളണ്ടിയർമാരെ നിരത്തി അവരെ കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രചരണം നടത്തി സർവേ നടത്തി കൊണ്ടുവരാൻ 20 കോടി രൂപയാണ് മാറ്റിവെച്ചത്. ഇത് PRDA സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്ന തലക്കെട്ടിട്ട് ചുമതലപ്പെടുത്തി മാറ്റിവെച്ചു. ധനവകുപ്പിൻ്റെ അനുമതി വാങ്ങിയില്ല, നിയമവകുപ്പിൻ്റെ അനുമതി വാങ്ങിയില്ല. മന്ത്രിസഭ അറിയുന്നതിനു മുൻപ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്ക് കത്തയച്ചു ഈ 85,000 വോളണ്ടിയർമാരെ റെഡിയാക്കാൻ. എന്ന് വെച്ചാൽ DYFക്കാരെ നിരത്തി സർക്കാർ ഖജനാവിൽ നിന്നും 20 കോടി രൂപ മുടക്കി വീടുകൾ കയറി പ്രചരണം നടത്താൻ നവകേരള സർവേ എന്ന പൊന്നുപോലൊരു പേരിട്ടു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും MH മുഹാബസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനും കോടതിയെ സമീപിച്ചു. കോടതി വിശദമായി തന്നെ അതിൽ ഇടപെടൽ നടത്തി. ഒടുവിൽ കോടതി കണക്ക് കേട്ട് ഞെട്ടിപ്പോയി. 85,000 വോളണ്ടിയേഴ്സിനെ നിയമിക്കാൻ ശ്രമിച്ചിട്ട് പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് കത്തയച്ചിട്ട് 35,000 പേരെ കിട്ടിയുള്ളൂ. കേസ് കോടതിയിലെത്തിയതോടെ ഈ വകുപ്പിൽ വോളണ്ടിയർ എന്ന പേരിൽ ചില്ലറ അടിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ സഖാക്കൾ വീട്ടിലിരുന്നു. സർക്കാർ ഖജനാവിൽ നിന്നും അടിച്ചു മാറ്റി നക്കി ശീലിച്ച സഖാക്കൾക്ക് ഒന്നുമില്ലാത്ത നഷ്ടക്കച്ചവടത്തിനിറങ്ങാൻ താല്പര്യമുണ്ടാവില്ലല്ലോ. വെബ്സൈറ്റ് നിർമ്മിക്കാനും ആപ്പ് നിർമ്മിക്കാനും ഒക്കെയായി ആദ്യം തന്നെ കോടികൾ മുടക്കി 1 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട സർവേ നീട്ടിക്കൊടുത്തു. എന്നിട്ടും 85 ലക്ഷം ലക്ഷ്യമിട്ടിട്ട് കേവലം 6 ലക്ഷം വീടുകളിൽ മാത്രമേ ഇവർക്ക് പോകാൻ കഴിഞ്ഞുള്ളൂ. ഓട്ടോ സ്റ്റാൻഡുകൾ, പാടശേഖര സമിതി, കുടുംബശ്രീ തുടങ്ങിയ ഗ്രൂപ്പുകളിൽ ഫോക്കസ് ചർച്ചകൾ നടത്താനായിരുന്നു മറ്റൊരു പദ്ധതി. അതും ലക്ഷ്യം കണ്ടില്ല. അപ്പോഴേക്കും സർക്കാർ അനുവദിച്ച കോടികൾ പലതും ആവിയായി പോയിരുന്നു. തട്ടിക്കുട്ടി ഒരു സർവേ നടത്തി സർക്കാരിൻ്റെ പ്രചരണം നടത്തി
മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി 20 കോടി രൂപ നീക്കിവെച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, സർക്കാർ ചെലവിൽ പാർട്ടി പ്രവർത്തനമോ അതങ്ങ് AKG സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. സർക്കാർ ചെലവിൽ പാർട്ടി പ്രവർത്തനം നടത്തണ്ട. ഇത് സർക്കാരിൻ്റെ ഇമേജ് ഉണ്ടാക്കാൻ നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി ചെയ്യുന്ന പരിപാടിയാണ്. അത് സാധ്യമല്ല. ഇങ്ങനെ ഒരു സർവേ നടത്താൻ തീരുമാനിച്ചതും അതിനുവേണ്ടി 20 കോടി രൂപ അനുവദിച്ചതും റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കി. ഹൈക്കോടതി ചോദിച്ചു, എങ്ങനെയാണ് മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നതിന് മുൻപ്, ധനവകുപ്പിൻ്റെയും നിയമവകുപ്പിൻ്റെയും ഒക്കെ അനുമതി കിട്ടുന്നതിന് മുൻപ് ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി കത്തയച്ചതെന്ന്. പാർട്ടിയും സർക്കാരും ഒരേപോലെ പ്രതിക്കൂട്ടിലായ കേസായിരുന്നു. നയപരമായ കാര്യം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിലെന്ത് നയം? ഇത് സർക്കാർ ചെലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തട്ടിപ്പാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 3 കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാരിന്റെ മുഖമാകാൻ കഴിയുമോ? ആദ്യത്തെ ചോദ്യം അതായിരുന്നു. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടി സർക്കാരിന് വേണ്ടി ഉത്തരവിറക്കുക, രാഷ്ട്രീയ പാർട്ടി നേരത്തെ പറയുന്ന കാര്യം സർക്കാർ ചെയ്യുക, ഇത് നിയമപരമാണോ? 2, രാഷ്ട്രീയക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കണോ? ഭരിക്കുന്ന സർക്കാർ അവരുടെ പാർട്ടി പറയുന്ന നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കണോ? 3, ഇത്തരം പ്രവർത്തികളുടെ ചെലവ് പൊതുഖജനാവിൽ നിന്നും എടുക്കാമോ? 3ലും നോ എന്നാണ് ഹൈക്കോടതി ഉത്തരം കണ്ടെത്തിയത്. ഈ നവകേരള സർവേ രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശപരവുമാണ് എന്ന ആരോപണം ശരിയല്ല എന്ന് പറയുന്നത് എങ്ങനെ എന്ന് ചോദിച്ച് കോടതി അത് റദ്ദു ചെയ്തു. ശക്തമായ തിരിച്ചടിയാണ് പിണറായിക്ക് കിട്ടിയത്. എന്നാൽ ഇതിലൊന്നും നാണമോ ലജ്ജയോ പിണറായിക്കും കൂട്ടർക്കുമില്ല. എവിടെ നിന്ന് ആര് പറഞ്ഞാലും അതൊന്നും കൂസാക്കാതെ മുമ്പോട്ട് പോകാനുള്ള ഉളുപ്പ് അവർ സ്വായത്തമാക്കിയത് കൊണ്ട് ഇതൊക്കെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ അവർക്കൊരു മടിയും ഉണ്ടാവില്ല. അതേസമയം ഇവർ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുലിവാല്? വാസ്തവത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം CPM-നെ കണ്ടു പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ടതെന്ന്. പക്ഷെ ഇതൊന്നും ഇവരെ ബാധിക്കുകയില്ല. പൊതുഖജനാവിലെ പണമെടുത്ത് അവർ ദൂർത്തടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ദൂർത്തടിച്ചാൽ മാത്രമേ ഇവർക്ക് അതിൽ നിന്നും ചില്ലറ നക്കിയെടുക്കാൻ കഴിയൂ. ഇനി അധികകാലം ബാക്കിയില്ലാത്തത് കൊണ്ട് ഉള്ള കാലത്ത് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഇത്തരം ഉച്ചകോടികൾ നടത്തി അടിച്ചു മാറ്റുക മാത്രമാണല്ലോ.